ദീപക് ഉടൻ തന്നെ എത്തിച്ചേരുമല്ലേ രാഹുൽ? അല്പസമയത്തിനകം എത്തിച്ചേരും. നമുക്ക് ദൃശ്യങ്ങളിൽ പ്രവർത്തകർ കലക്ട്രേറ്റിന് പുറത്തൊക്കെ നിൽക്കുന്ന കൂടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും പ്രവർത്തകരുടെ വലിയ നിര നമുക്ക് രാജേഷ് വളരി കൊണ്ട് ഒന്ന് ക്യാമറ പാൻ ചെയ്യുമ്പോൾ കാണാം. കലക്ട്രേറ്റിന് മുൻപിലുള്ള റോഡിലും വലിയ രീതിയിൽ UDF പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഇവിടേക്ക് കലക്ട്രേറ്റ് അങ്കണത്തിലേക്ക് എത്തും. കലക്ട്രേറ്റിന് പുറത്തും അകത്തും ഒരുപോലെ രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ, രാഹുൽ ഗാന്ധിയെ ഒരുന്നൊക്കെ കാണാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ തിരക്ക് നമുക്ക് ദൃശ്യങ്ങൾ തത്സമയം കാണാവുന്നതാണ്. ഒന്ന് നേരത്തെ നടന്ന റോഡ് ഷോ വയനാട്ടിനെ ഇളക്കി മറിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ആവേശം കണ്ടു. ഒരുപക്ഷെ കേന്ദ്രത്തിൽ മോഡി സർക്കാരിനെതിരെ പോരാടുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ദേശീയ തലത്തിൽ തന്നെ ഈ മണ്ഡലത്തിന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെയുണ്ട്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയെ ഒരു നോക്ക് കാണുക എന്നുള്ളത്, ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ, പ്രതിപക്ഷ നിരയിലെ ഒരു പ്രധാന നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയെ കാണുക എന്നുള്ള കൗതുകം കൊണ്ട് എത്തുന്നവരുണ്ട്. രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ എത്തുന്നവരുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെയായാലും രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുന്നതിന് സമാനമായ രീതിയിലേക്കുള്ള ഒരു ഹൈപ്പ്, ഒരു പ്രചരണം ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം തന്നെയാണ് UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും നടത്തുന്നത്. അത് കൃത്യമായി ഈ മൂന്ന് ജില്ലകളിൽ കിടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് വയനാട് മണ്ഡലം. ആ 3 ജില്ലകളിലെയും മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന പ്രവർത്തകരെയും പ്രധാന നേതാക്കളെയും എല്ലാം തന്നെ ഇന്ന് വയനാട്ടിൽ എത്താൻ വേണ്ടി നേരത്തെ തന്നെ KPCC നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാന നേതാക്കൾ എല്ലാവരും വയനാട്ടിലേക്ക് എത്തുന്നു. രാവിലെ തന്നെ രമേശ് ചെന്നിത്തല എത്തി, അതുപോലെ തന്നെ VD സതീശൻ എത്തി. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ കലക്ട്രേറ്റിന് മുൻപിലുള്ള റോഡിലെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ ആ ഒരു ആവേശം, ആ പ്രവർത്തകരുടെ ആവേശം നമുക്ക് കാണാനാകും. അവർ വലിയ രീതിയിൽ ആവേശത്തോടെ പ്രതികരിക്കുന്ന കാഴ്ച നമുക്ക് ഈ കൂടി നിൽക്കുന്ന ജനങ്ങളോടൊന്ന് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചേട്ടാ, രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നതാണോ? അതെ 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 ഞങ്ങൾ മണിക്കൂറുകളായി. എങ്ങനെയായിരിക്കും ഈ പ്രാവശ്യം വയനാട്ടിൽ? 5 ലക്ഷത്തിന് മേലെ വോട്ടിന് ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി ഇപ്രാവശ്യം നിർത്തും. ഞങ്ങൾക്ക് പറയാനുള്ളത്, സുരേന്ദ്രൻ ഈ തോൽവിയോട് കൂടിയിട്ട് പരിപാടി നിർത്തി പോകണമെന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു ഇലക്ഷനോട് കൂടി പറയാനുള്ളത്. എന്താണ് ചേട്ടാ പറയാനുള്ളത്? നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിക്കും. രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ നേതാവാണ്. അതെ, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാഹുൽ ഗാന്ധിയെ കാത്ത വൻ ജനാവലിയാണ് കൽപ്പറ്റയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഒരു ദേശീയ നേതാവ് എത്തുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയെ കാണാനായി ഒരുപക്ഷെ പാർട്ടി ഭേദമന്യേ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നുമുള്ള കോൺഗ്രസ് UDF പ്രവർത്തകർ ഇവിടേക്ക് ഈ ശക്തി പ്രകടനത്തിന്റെ ഭാഗമായി എത്തിയിരുന്നു. ഒരു റോഡ് ഷോ അല്ല, ശക്തി പ്രകടനമായി തന്നെയാണ് ഇതിനെ UDFും കോൺഗ്രസും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി എത്തുന്ന അവസരത്തിൽ ഇവിടേക്ക് എത്തിയത്. കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFിനെ സംബന്ധിച്ച് ഇത് 2ാം ഘട്ട പ്രചാരണത്തിന്റെ ആരംഭം കൂടിയാണ്. ആദ്യഘട്ട പ്രചാരണം മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. ഈ രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി, വയനാടിനെ ഇളക്കിമറിക്കുന്നതോടുകൂടി 2ാം ഘട്ട പ്രചാരണത്തിന് തുടക്കമാകുമെന്നാണ് മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചിരുന്നത്. എന്തായാലും അത് അർത്ഥവത്താകുന്ന രീതിയിൽ തന്നെയാണ്. വലിയ ജനാവലി ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്ന സാഹചര്യത്തിൽ രാഹുലിനെ കാണാനും ഒപ്പം തന്നെ രാഹുലിന് പിന്തുണ അറിയിക്കാനും ഒരുപാട് പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതേസമയം തന്നെ BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഉയർത്തുന്ന ഏറ്റവും വലിയ വിമർശനം എന്നത് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഡൽഹിയിൽ കെട്ടിപ്പിടിച്ചും വയനാട്ടിൽ മത്സരിച്ചും എങ്ങനെയാണ് ഇന്ത്യ സഖ്യം പ്രാവർത്തികമാക്കാൻ സാധിക്കുക എന്നുള്ള വലിയ ഒരു ചോദ്യം കെ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതിനുള്ള മറുപടി ആനി രാജയും രാഹുൽ ഗാന്ധിയും നൽകിയിരുന്നതാണ്. മികച്ച വിജയപ്രതീക്ഷയുണ്ടെന്നാണ് ആനി രാജ പത്രിക സമർപ്പിച്ചുകൊണ്ട് അല്പസമയം മുൻപ് പ്രതികരിച്ചത്. LDFിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയാണ് ആനി രാജ. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി തൻ്റെ മണ്ഡലത്തെ തൻ്റെ കുടുംബമായി തന്നെയാണ് കാണുന്നത് എന്നാണ് അല്പസമയം മുൻപ് പറഞ്ഞത്. ഒപ്പം വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരന്തരം എത്താത്തതിനെ വലിയ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അതിനുള്ള മറുപടി കൂടി രാഹുൽ ഗാന്ധി നൽകിയിരുന്നു.